ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഹാൽ എന്ന സിനിമയിലെ സെൻസർ ബോർഡിൻ്റെ കട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയ പ്രൈവറ്റ് എന്ന സിനിമയിലും നിരവധി രംഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇന്നലെ വളരെ വിശദമായി ഹാല് മുതൽ പത്മാവത് പോലെയുള്ള കാര്യങ്ങളിൽ ഈ കർണിസേനയുടെ ആളും അതുപോലെ തന്നെ എമ്പുരാനിലെ പരിപാടിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഷിബിലി ഒരു ഫാസിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫാസിസ്റ്റ് ഭരണാധികാരികൾക്ക് എല്ലാവർക്കും തന്നെ പലപ്പോഴും ഒരു ഭയമുണ്ടാവും വിമർശനങ്ങളെതിരെ തന്നെ. ഇപ്പോൾ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന പ്രൈവറ്റ് എന്ന് പറയുന്ന സിനിമ, ഇത് ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ ഇന്ദ്രൻസും അതുപോലെ തന്നെ മീനാക്ഷി അനൂപ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഇവർ പറയുന്നത് ഇത് ലെഫ്റ്റ് എക്സ്ട്രീമിസം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയാണ്, ഇത് ദേശവിരുദ്ധ സിനിമയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരനും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ സംവിധായകനൊക്കെ ഒരാളാണ്, ദീപക് ദിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് 9 കട്ടുകളാണ് വരുത്തണം എന്ന് വെച്ചാൽ, ഈ 9 കട്ടുകൾ വരുത്തണമെന്ന് വെച്ചാൽ ഏതൊക്കെ പേരുകളാണെന്ന് കേട്ടിട്ട് ഞാൻ ചിരിച്ചുപോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പൗരത്വ ഭേദഗതി ബിൽ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് പറഞ്ഞത്. പൗരത്വ ഭേദഗതി ബില്ല് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതല്ലേ ശരി, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കണതിനാണ്. പിന്നെ ഹിന്ദി സംസാരിക്കുന്നവർ എന്നുള്ളത് പറയരുത്, പിന്നെന്താ ഹിന്ദി എഴുതുന്നവർ എന്ന് പറയണം. എനിക്ക് മനസ്സിലാവുള്ളത് ഇത് എന്താണെന്നുള്ളത്, ഇത് ശരിയാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. പിന്നെ ബീഹാർ എന്ന് സംസാരിക്കും, ബീഹാർ എന്ന് പറയരുത്, രാമരാജ്യം എന്ന് പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ RNS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അത് ആ ഒരു നെയിം ബോർഡ് കാണിക്കുന്നുണ്ട്, അത് മാസ്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ മാസ്ക് ചെയ്യണം എന്നുള്ളത് ഇത്രയും ലിസ്റ്റൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഇനിയിപ്പോൾ ആളുകൾ കൂടുതൽ പോയി ആ സിനിമ കാണും. ആ സിനിമ കാണുമ്പോൾ എന്താ സംഭവിക്കുക? ഈ അടിച്ചമർത്താനും ബോധപൂർവം ഡെലിബറേറ്റായി ഒഴിവാക്കാനൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഇന്നലെ ഷിബിലിയോട് പറഞ്ഞു, അതായത് ഞാൻ എമ്പുരാൻ സിനിമ കാണാൻ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഹാഷ്മി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഹാഷ്മി താജ് ഇബ്രാഹിം. അപ്പോൾ ഹാഷ്മി ആ കട്ടിന് മുമ്പ് കാണാൻ വേണ്ടി ആളുകൾ റെഡിയായിരുന്നു. ഇനി കട്ട് ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആളുകൾ കൃത്യമായി മാധ്യമങ്ങളിൽ വായിക്കും. ഇപ്പം RNS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേര് മാസ്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് RNS എഴുതിയതാണ് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ. ഇത് ഹിന്ദി സംസാരിക്കുന്നവർ എന്നുള്ളത് മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാവില്ല ഹിന്ദിയാണ് സംസാരിക്കണേന്ന്. അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല്, അതുപോലെ ബീഹാർ. എനിക്ക് മനസ്സിലാത്തൊരു ബീഹാർ എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണെന്നാണ്, അതെന്താണ്? ഇനി ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കാണാൻ ഇടയായതിൻ്റെ ഒരൊറ്റ കാരണം ഷിബിലി, ഞാൻ ബുദ്ധിമുട്ടി സമയം കണ്ടതിൻ്റെ കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. യഥാർത്ഥത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് വി ജാനകി എന്ന് വെക്കാൻ പോയി എന്നൊക്കെ പറയും. വിദ്യാധരൻ, ജാനകി വിദ്യാധരൻ എന്ന്, അതുകൊണ്ട് ജാനകി വി എന്നോ മറ്റേ ഇല്ലേ സിനിമ പണ്ട് സിനിമയെ പറഞ്ഞ പോലെ മായൻകുട്ടി വി എന്നൊക്കെ വിളിക്കാൻ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ സംഭവം മറ്റേ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള കണ്ടന്റുകളും അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് അനുകൂല കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള കുറേ മനസ്സുകളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി ഇഞ്ചക്ട് ചെയ്യുന്ന ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഷിബിലി ഇതെന്താണെന്ന്. ഇത് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് ഇഞ്ചക്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് അറിയാം, ഇത് ഇഞ്ചക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കൈവിട്ടു പോകും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മറ്റ് പല ഇപ്പം ഈ താലിബാന മറ്റേ അമേരിക്ക ആദ്യം സഹായിച്ചതുപോലെ നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന ഗുണ്ടകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ നമ്മളിവിടെ വളർത്തി പരിപോഷിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും നമുക്കെതിരെയാവും, അല്ലെങ്കിൽ അവർ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് എത്തും. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ ഷിബിലി, ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഈ സെൻസർ ബോർഡ് എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അവരാണ് ചെയ്യുന്നത്. ഇതിലേക്കൊക്കെ തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ കുത്തിയിറച്ചേക്കാണ്. ഇപ്പം ഈ എറണാകുളത്തുള്ള ഒരാളുണ്ട്, എനിക്കറിയാം അതത്. അപ്പോൾ അദ്ദേഹമൊക്കെ എന്തുകൊണ്ട് ഈ സെൻസർ ബോർഡ് ഫിലിം സർട്ടിഫിക്കേഷനിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ. കാരണം ഒരു പ്രോ BJP പ്രോ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ടാണ്. അല്ലാതെ സിനിമയെക്കുറിച്ചൊന്നും യാതൊരുവിധ ധാരണയുള്ള ആളുകളല്ല. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യൂ, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ എടുത്താൽ മാത്രമേ ഇവർക്കൊരു കയ്യടി കിട്ടൂ, ഇവരതിൻ്റെ ആളുകളായിട്ട് കണക്കൂട്ടൂ എന്നൊക്കെ ഉള്ളതാണ്. മനസ്സിലായോ? എങ്കിലേ അടുത്ത തവണ വീണ്ടും ഈ സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ബോർഡിൽ മെമ്പറാകുമ്പോൾ ഒരുപാട് ആളുകൾ ആദരിക്കും, സിനിമാക്കാരൊക്കെ വലിയ സ്നേഹത്തോടി കാണും, വലിയ എവിടെ ചെന്നാലും ഒരു സീറ്റ് കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിലെ അസ്സാമിലുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അസ്സാമിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം എടുത്തു നോക്കും, അതായത് RSSനേക്കാൾ വലിയ തീവ്രമായിട്ടുള്ള ഡയലോഗുകളൊക്കെ വിടുകയാണ്. എന്താ കാര്യം? ഞാൻ ഫിറ്റാണ് കേട്ടോ, എന്നെ വീണ്ടും പരിഗണിക്കണേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതുപോലെയുള്ള ഭയങ്കരമായ മണ്ടത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പോലും പറഞ്ഞു RSSന്റെ സാംസ്കാരിക സംഘടനകളെ തപസ്യ പോലും ഇതിനൊക്കെ എതിരെ നിൽക്കുകയാണ്. കാരണം ഈ പോഴത്തരവും മണ്ടത്തരവും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് സംഘടന വളരില്ല, തളരുള്ളൂ. കൂടെ നിൽക്കുന്നവർക്ക് പോലും എന്തെന്ന് ഈ കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യും. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളൊരു മിസ്ഡ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് എടുക്കാമല്ലോ BJP അപ്പോൾ അങ്ങനെയൊക്കെ മെമ്പർഷിപ്പ് അടിച്ചാൽ പോലും നമുക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്താ കാര്യം എന്നറിയോ, ഈ സെൻകുമാറൊക്കെ എത്രയെല്ലാം മനുഷ്യനായിരുന്നു അറിയോ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ BJP പോയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് കൊറോണ ഇന്ത്യയിലേക്ക് വരില്ല, കാരണം ഇവിടെ ചൂട് കൂടുതലാണ്, കൊറോണക്ക് നിൽക്കാൻ പറ്റില്ലെന്ന്. അതുപോലെ ഈ ശ്രീധരൻ പറയുന്നതാണ് എന്ന് ഏത് ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് MLA ഓഫീസ് തന്നെ പുള്ളി അവിടെ തുടങ്ങി പാലക്കാട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം എന്തോ ഒരു ചെറിയ കുഴപ്പം എവിടെയോ എന്തോ ഒരു തകരാറുണ്ടെന്ന് കരിസുരേഷൊക്കെ പറഞ്ഞ പോലെ എവിടെയോ എന്തോ ഒരു തകരാറ് ഉണ്ട്. ആ തകരാറ് യഥാർത്ഥത്തിൽ പരിഹരിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പരിഹാസ്യ കഥാപാത്രങ്ങളായി മാത്രം മാറും. അതുപോലെ ഈ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നതായിട്ടില്ല അയ്യപ്പൻ മൂത്ത സഹോദരനാന്നൊക്കെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം പുള്ളി ഇരുന്ന് കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ മന്ത്രിസഭയിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താ അറിയാമോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറ്റേ ഇത് നടത്തിയല്ലോ, ഈ നമ്മുടെ റെയ്ഡ് നടത്തിയല്ലോ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാക്കലിന്റെയും പിന്നെ മറ്റേ പൃഥ്വിരാജിന്റെയൊക്കെ വീട്ടിൽ. പുള്ളി പറയണത് ഈ സ്വർണ്ണപ്പാളി മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയതാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല. സുരേഷ് ഗോപി വെച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ഗവൺമെന്റ് കീഴിലാന്നിട്ട് എനിക്കറിയില്ല. എന്നിട്ട് ദേവൻ വന്നിട്ട് പറയുന്നുണ്ട് നോൺസെൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഒരു കൺസെൻസസ് വേണ്ട. ഇത് ആരാണ് നോൺസെൻസ് പറയുന്നത്, ആരാണ് എന്ത് ചെയ്യുന്നത് സെൻസ് പറയുന്നത് എന്നുള്ളതിന് കൺസെൻസസ് വേണം. അതുപോലെ അപ്പം ഇത്തരത്തിൽ നമ്മളിത് പൊതുവെ അറിയുന്നത് ഇതിനേക്കാൾ മോശപ്പെട്ട ആളുകളെയാണ് ഈ പറയുന്ന എന്ത് ചെയ്തേക്കണത് സെൻസർ ബോർഡിലേക്ക് പിടിച്ചെത്തി. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭീകരത കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നമ്മൾ കുറെ പുറകിലായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞു കേൾക്കാം. പക്ഷേ ഇപ്പം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കൾച്ചറൽ നാഷണലിസത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു അപ്രമാദിത്വം ഉണ്ടാക്കാൻ ഈ വെറും വിഡ്ഢികളായിട്ടുള്ള ആളുകളെ വെച്ച് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വലിയ തോതിൽ ഇതിനെ ഭയന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നതിന് എല്ലാ കാലത്തും ഭയപ്പെട്ടിട്ടുണ്ട്. നാസികൾ സിനിമ ഉപയോഗിച്ച് പ്രൊപ്പഗാൻഡ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സിനിമയെ ഭയപ്പെടുന്നുണ്ട്. കാരണം സിനിമ എന്താണെന്നറിയാമോ, ഒരു സാധാരണ കലാരൂപം പോലെയല്ല. ഇപ്പം നമ്മളൊരു പ്രസംഗം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീച്ച് പരിമിതമായിരിക്കും ഷിബിലി. അതുപോലെ അതിൻ്റെ ഓർമ്മകൾ കുറച്ചുകൂടി പരിമിതമായിരിക്കും പലപ്പോഴും. മനസ്സിലായോ? നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തില്ലെങ്കിൽ. പക്ഷേ സിനിമ അങ്ങനെയല്ല. ഒരു വിഷ്വലി നമ്മുടെ മനസ്സിലേക്ക് പൂർണ്ണമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് പതിയുന്നൊരു കാര്യമാണ്. ആ പതിയുന്നൊരു കാര്യം കൃത്യമായിട്ട് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ CPM അടക്കമുള്ള ആളുകൾ, CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരാൻ കാരണം തെരുവ് നാടകങ്ങളും KPSC പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുമാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ ലാർജർ സെഗ്മെൻ്റ് ആണ് ഈ സിനിമ എന്നും അതിന് സിനിമകളിലൂടെ ജനത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അതുകൊണ്ടാണ് ഇവർ സിനിമകളെ ഭയക്കുന്നത്. അതുകൊണ്ടാണ് സിനിമകളെ ചിലർ ഉപയോഗപ്പെടുത്തുന്നത്. സാർ പറഞ്ഞു സിനിമകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത തന്നെ പിണറായി വിജയൻ്റെ പേരിൽ അതുപോലെ ഉമ്മൻചാണ്ടിൻ്റെ പേരിലൊക്കെ സിനിമകൾ വരാൻ പോകുന്നു എന്നുള്ളത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഷിബിലി. യഥാർത്ഥത്തിൽ ഇപ്പോൾ യാത്ര എന്ന് പറയുന്ന ഒരു സിനിമ YS രാജശേഖര റെഡ്ഡിയുടെ നേതൃത്വത്തിൽ എടുക്കുകയും അത് മമ്മൂട്ടി അഭിനയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ എന്ത് ചെയ്യുന്നത് അധികാരത്തിൽ വരുന്നത്. പിന്നെ YSR കൊല്ലപ്പെട്ടു, ആ ഒരു പ്രൈം ക്രാഷിൽ അദ്ദേഹം മരണപ്പെട്ടു, അതൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ മേൽക്കൈ നേടിയിട്ടുണ്ട്. കാരണം എന്താ, നമ്മളൊരു 10,000 പൊതുയോഗങ്ങളിൽ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ആണ് ഷിബിലി എന്ത് ചെയ്യുന്നത് സിനിമയിൽ. ഒരു ഒറ്റ സിനിമയെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററുകളിൽ മുഴുവൻ കാണിക്കുകയും TV-യിലൂടെ വരികയും ഒക്കെ ചെയ്താൽ ഫ്രീ ആയതുകൊണ്ട് നിരവധി പേർ അത് കാണുകയും അതിൽ ആശയങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത് വിജയുടെ മേഴ്സൽ പോലെയുള്ള അല്ലെങ്കിൽ സിംഗപ്പൂരിലെ 28 ടാക്സ് നമ്മളെക്കാൾ കുറവാണ്, പക്ഷേ അവിടെ ഹോസ്പിറ്റൽ ഫ്രീ ആണെന്ന് പറയുന്ന, അമ്പലങ്ങളെക്കാൾ കൂടുതൽ ഹോസ്പിറ്റലുകൾ വേണമെന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും വലിയ തോതിൽ ഈ പറയുന്ന ജനങ്ങളിലേക്ക് അത് അരിച്ചിറങ്ങാൻ പറ്റും. അപ്പം അത്തരം കാര്യങ്ങൾ ഇവർ ഭയക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ നേരെ എതിരാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയനും അതുപോലെ CPM-ഉം LDF ഒക്കെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന 2 സിനിമകൾ എടുക്കാൻ പോണേ. ഒന്ന് പിണറായി വിജയൻ്റെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ അപ്രഭാവത്വം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ എടുക്കാൻ പോകുന്നു. ഈ സിനിമയാകുമ്പോഴുള്ള ഗുണമെന്നറിയോ, സാധാരണ ഒരു വാർത്ത പറയുന്നു, പത്രസമ്മേളനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഷിബിലി മാക്സിമം വന്നൊരു 10-12% വരെ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ കാലത്തുള്ള അവരെ കൂടി ബാധിക്കുന്ന കാര്യമായിരിക്കണം. ആ
പത്രസമ്മേളനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 15% വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതല്ലാതെയുള്ള മറ്റൊരു വലിയ ജനവിഭാഗങ്ങളോട് കൂടി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണിത്. ഇനി രണ്ടാമത്തെ സിനിമ വരുന്നുണ്ട്, അതെന്താണെന്നറിയോ? ഈ പിണറായി വിജയൻ്റെ സിനിമയിൽ പിണറായി വിജയൻ്റെ റോളായിട്ട് നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നത് കമലഹാസനാണ് നിൽക്കണേ. നമുക്കറിയില്ല. അപ്പോൾ അത്ര വലിയ വമ്പൻ പ്രൊജക്റ്റാണിത്, മനസ്സിലായി? രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള സിനിമയാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള സിനിമയിൽ ഉമ്മൻചാണ്ടിയെ ഒരു മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് വളരെ ബ്രില്യൻ്റായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് സ്ട്രൈറ്റായി പറയുന്നതിനേക്കാൾ വലിയ തോതിലുള്ളൊരു വികാരബന്ധി ഉണ്ടാവും. ഇപ്പം ഞാൻ ശിവലിയോട് ഒരു ഉദാഹരണം പറയും. ഇപ്പം വടക്കൻ, ഞാൻ സ്ക്രിപ്റ്റുകളൊക്കെ, നിരവധി സ്ക്രിപ്റ്റുകളൊക്കെ പലതവണ ആവർത്തി വായിച്ചിട്ടുണ്ട്. ഇപ്പം അത്തരത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു വലിയ സ്ക്രിപ്റ്റാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ. യഥാർത്ഥത്തിൽ ഈ വടക്കൻ പാട്ടുകളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള, നമ്മൾ പണ്ടുപോലെ കേട്ട് വളർന്നിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചതിയൻ ചന്തു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചതിയൻ ചന്തു ചതിക്കുകയാണ് ചെയ്തേക്കുന്നത് ആരോപൽ ചേകവരെ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ കൊണ്ടിട്ട് പിന്നെ ചന്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? ഒരു ഹീറോ പരിവേഷമാണ്, മനസ്സിലായോ? അതായത് MTയുടെ ഗംഭീരമായ സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റിലൂടെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇമേജുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സമയക്കുറവ് പോലും പോകുന്നില്ല. പ്രഭാവോ സുബിയാന്തോ റീലുകളിലൂടെ, ടിക്ടോക്കുകളിലൂടെ, വലിയ സിനിമകളിലൂടെ, അതിൻ്റെ പോർഷൻസ് കട്ട് ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇന്തോനേഷ്യയിൽ, തുർക്കിയിൽ, അതുപോലെ ട്രംപിനെ കുറിച്ച് ബാക്കിയുള്ള നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ പ്ലാനിങ്ങൾ ഉണ്ട്. അത് കുറച്ചുകൂടി സെല്ല് ചെയ്യാൻ പറ്റുന്നത് ഇൻഡയറക്ട്ലി ആണ്. കാരണം ഇൻഡയറക്ട്ലി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യും. പക്ഷെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്സ്മാൻ അതിൻ്റെ പുറകിൽ വേണം, തിരക്കഥ വേണം. അങ്ങനെ കൃത്യമായിട്ട് അത് നറേറ്റ് ചെയ്യപ്പെട്ടാൽ കുറേ കൂടി ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറും. അതുകൊണ്ടാണ് ഇവർ കുറച്ച് പേർ ചില സിനിമകളെ ഭയക്കുന്നതും ചില സിനിമകളെ വലിയ തോതിൽ എന്ത് ചെയ്യുന്നതും അവരെടുത്തുയർത്തുന്നതും അവർ വലിയ നെഞ്ചോട് ചേർക്കുന്നതൊക്കെ അതുകൊണ്ടാണ്.